ഹായ് നോക്കൂ, മുളയിൽ കയറ്റത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ വിരുന്നുകാരൻ തയ്യാറായി നിൽക്കുന്നത് കണ്ടോ? ആ കാണുന്ന മരത്തിൽ ഡെയിലി ചെറുക്കൻ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വലിഞ്ഞു കയറുന്നതാണ്. അത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരാളല്ല പങ്കെടുത്തിരിക്കുന്നത്, രണ്ടുപേരും പങ്കെടുത്തിട്ടുണ്ട്. രണ്ടുപേരും മുളയിൽ കയറുന്നൊക്കെ കാണാം. അവരുടെ ഓണപ്പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, രാവിലെ കാണാനേ. പടിവാതിലിൽ കോരിത്തെരിച്ച് കുത്തിയിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മുത്തുക്കുട്ടൻ ഇതാ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ എല്ലാം കണ്ട് ഒരു കുന്തം വിഴിഞ്ഞ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറുക്കനെ കണ്ടിട്ടാണോ കാണാതെയാണോ ഈ അഭ്യാസം കാണിക്കുന്നതെന്ന് അറിയില്ല. പിള്ളേർ രണ്ടുപേരും വളരെ ഹാപ്പിയായിട്ട് രാവിലെ തുടങ്ങിയൊരു പരിപാടിയാണ്. കുറച്ച് നേരം കളിക്കും, അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിട്ടു പോകും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടിയുമായിട്ടാണ് നിൽക്കുന്നത്. നമ്മളുടെ കുഞ്ഞൻ അവിടെ നോക്കിക്കൊണ്ട് അന്തം വിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച പാവമാണ്. രാവിലെ അവനും അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അവിടെ ചെന്നെത്താനും പറ്റുന്നില്ല. 2 റൗണ്ട് മേലോട്ട് കയറിയിട്ട് താഴെ അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത എന്താണെന്നറിയില്ല, റെസ്റ്റാണോ അതോ ഇനിയും മേലോട്ട് കയറി പോകുമോ എന്നൊന്നും അറിയില്ല. ഇതുപോലെ ഇരുന്നിട്ട് പെട്ടെന്ന് മരത്തിൽ ചാടി കയറുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അതാണ് അവരുടെ പരിപാടി. അങ്ങനെ കുറേ സമയങ്ങളൊക്കെ ഡെയിലി ഇതിൽ വന്ന് കളിക്കുന്നതാണ്. എന്ന് ഞങ്ങൾ ചെറിയ രീതിക്കൊക്കെ കാണാറുണ്ട്. ചാടിക്കളികളെല്ലാം കഴിഞ്ഞ് ഒരു 7 മണിയാകാറാകുമ്പോൾ ഞങ്ങൾക്ക് വല്ലതും തരണേന്നും പറഞ്ഞിട്ട് വീട്ടിലോട്ട് വരും കേട്ടോ. രാവിലെ കാണാൻ പിള്ളേരുടെ കളി നല്ല രസമുണ്ടോ കാണാൻ? മതിയാക്കി കേട്ടോ പിള്ളേർ. ഇനി ഒരു റൗണ്ട് ഓട്ടവും ചാട്ടമൊക്കെ കാണും. കുറച്ച് കഴിഞ്ഞായിരിക്കും വീട്ടിലോട്ടൊക്കെ വരുന്നത്. മതിയാക്കി പോകുന്നുണ്ട്. വിരുന്നുകാരൻ്റെ കൂടെ ഉള്ളവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ മരത്തിൽ കയറുമോ അതോ ഓടുമോ എന്നറിയില്ല. അവനും ഓടി കേട്ടോ, പോകുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? രണ്ടുപേരും ഓടി മറയുകയാണ്. ഇതെല്ലാം കണ്ടിരുന്ന നമ്മുടെ ചെറുക്കൻ ഒരു കോട്ടുപോയൊക്കെ അടിച്ചിട്ട് അങ്ങനെ മന്ദമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മണിക്കുട്ടിയെ തനിച്ചാക്കി രണ്ടുപേരും ഓടിപ്പോയത് വളരെ കഷ്ടമായിപ്പോയി. അവൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഇവിടെ ഇരുന്നിട്ട് ഇനി കാര്യമില്ല, നേരെ അകത്തേക്ക് പോകുന്നതാണ് നല്ലത് എന്നൊരാലോചന കൂടിയിട്ടുണ്ട്. ആരെയും കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയ മണിക്കുട്ടി വീണ്ടും ഞങ്ങൾ അടുക്കളയ്ക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ്. 4 പാട് നോക്കിയിട്ട് അവൻ മേളിലോട്ട് കയറി പോവുകയാണ്. രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കളിയൊക്കെ രാവിലെ കാണാമായിരുന്നു. എന്ത് ചെയ്യാനാ, രണ്ടുപേരും നല്ല ഉറക്കമാണ്. പടിയിലിരുന്ന് മേലോട്ട് മലന്ന് നോക്കിയിരിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ? ഇവൻ എന്താണ് ഈ നോക്കുന്നത്? കണ്ണെടുക്കാതെ ശ്വാസം വിടാതെ നോക്കുന്നത് കണ്ടോ അവൻ? എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു. എടാ സുന്ദര, ഒന്നിങ്ങോട്ട് നോക്കടാ. എടാ സുന്ദരോ, മോനെ ഒന്ന് നോക്കടാ എന്നെ. ഏറിട്ട് നോക്ക്. എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയാണ് ചെറുക്കൻ. വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല. മോനെ നോക്കടാ. ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അവനും എന്തൊക്കെയോ നോക്കുകയാണ്. എന്താണ് പരിപാടി എന്നൊന്നും അറിയില്ല. ഇറങ്ങി ഓടാനുള്ള പരിപാടിയാണോ അല്ലയോ ഒന്നും അറിയില്ല. ചോറ് കഴിക്കാൻ പോവുകയായിരിക്കും. അവൻ നോക്കുന്നുണ്ട്. ചാടി പിടിക്കും മിക്കവാറും. ഓഹോ, രാവിലെ വന്നിട്ടുണ്ട്, ഒന്ന് പോടേ. അവനെ തള്ളി മാറ്റിയിട്ട് വീണ്ടും പടിയിലോട്ട് വരികയാണ്. അവൻ്റെ കളിയോട് കൂട്ടില്ലാതെ മാറി വന്നിരിക്കുന്നത് കാണാം. വീണ്ടും അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ പരിപാടിയൊക്കെ തുടങ്ങുമെന്നാണ് തോന്നുന്നത്. വാല് കറക്കും തള്ളലൊക്കെ തുടങ്ങി. ഇളയവൻ ഇവിടെ വന്നിട്ട് സ്വന്തം വാലി പിടിച്ച് കറങ്ങി കളിക്കുന്ന കാണാം നമുക്ക്. അവൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ടുള്ള പരിപാടിയാണ്. വെളിയിലൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളിലേ പോവുള്ളൂ, ദൂരോട്ടൊന്നും മാറി പോകത്തില്ല. ഇവിടെ വന്ന് കളിക്കും, വീണ്ടും തിരിച്ചു കയറി വരും. 3 പേരും ഒരുമിച്ച് കൂടി കളിക്കുമ്പോഴാണ് നല്ല നേരം പോക്കുള്ളത്. ഇത് ഒരാൾ ഇവിടെ കിടന്ന് കുത്തി മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ അവർ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അവർക്ക് വിളിച്ചു വല്ലതും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ. കയറുവാ, മതി കളിച്ചത് മതിയേ.